ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള 19ാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ വീഡിയോ ടാസ്കിന്റെ ടെസ്റ്റ് ആണ് നടത്തുന്നത്. വീഡിയോ ടാസ്കിൽ നമ്മൾ 3 വീഡിയോസ് പഠിക്കാൻ വേണ്ടി തന്നിരുന്നു അല്ലെ. ഇന്ത്യൻ ജോഗ്രഫിയിലെ 3ാമത്തെയും 4ാമത്തെയും 5ാമത്തെയും പാർട്ട് പഠിക്കാൻ വേണ്ടി തന്നിരുന്നു. അതിൽ നിന്നുള്ള ടെസ്റ്റ് ആണ് ഇന്ന് നടത്തുന്നത്. ഇപ്പൊ 19ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കണ്ടതിന് ശേഷം ആൻസർ ഒരു ബുക്കിലേക്ക് എഴുതാൻ നോക്കുക. എന്നിട്ട് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വായിക്കുന്നില്ല. ഓപ്ഷൻസ് നിങ്ങൾ തന്നെ വായിച്ച് ആൻസർ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം ഏതാണ് എന്നാണ് ചോദിച്ചത്. 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദീജന്യ ദ്വീപായ നോങ്നൂം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദീജന്യ ദ്വീപായ നോങ്നൂം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്തതെന്നാണ് ചോദിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്നാണ് ചോദിച്ചത്. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് എന്നാണ് ചോദിച്ചത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്നാണ് 6ാമത്തെ ചോദ്യം. 7ാമത്തെ ചോദ്യം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത്? 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഏത് എന്നാണ് 7ാമത്തെ ചോദ്യം. 8ാമത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് പാലം ഏതാണ് എന്നാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലമാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ. 10ാമത്തേത്. കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം ഏത് എന്നാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖം ഏതാണെന്നാണ് 11ാമത്തെ ക്വസ്റ്റ്യൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏത് എന്നാണ് 12ാമത്തെ ക്വസ്റ്റ്യൻ. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏറ്റവും കൂടുതൽ തുറമുഖമുള്ള സംസ്ഥാനം. 15ാമത്തെ ചോദ്യം. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്ര? കേരളത്തിലെ സാക്ഷരതാ ലിറ്ററസി റേറ്റ് എത്ര എന്നാണ് 15ാമത്തെ ചോദ്യം. ഇനി നെക്സ്റ്റ് 16ാമത്തെ ചോദ്യമാണ്. 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ഏത്? 17ാമത്തെ ക്വസ്റ്റ്യൻ. സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ സംസ്ഥാനം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചത്. 18ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണെന്നാണ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര? ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര എന്നാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എല്ലാം കേട്ടു. ആൻസർ നിങ്ങൾ ഒരു നോട്ടിലേക്ക് എഴുതി വെക്കുക. അതിനുശേഷം തുടർന്ന് കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് ആൻസർ നോക്കാം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന തുറമുഖം ഏതാണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആൻസർ തൂത്തുക്കുടി. 2ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മേജർ തുറമുഖം ഏത് എന്നാണ്. അതും തൂത്തുക്കുടിയാണ്. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷം. കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്ത വർഷമാണ് ചോദിച്ചത്. 1928 മെയ് 26. 1928 മെയ് 26 കൊച്ചി തുറമുഖം ഉദ്ഘാടനം ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ നദീജന്യ ദ്വീപായ നോങ്നൂം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നോങ്നൂം സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ഓക്കെ. മേഘാലയയിലാണ് നോങ്നൂം സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജൂലി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. ബ്രഹ്മപുത്ര നദിയിലാണ് മജൂലി സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്. 6ാമത്തെ ചോദ്യം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണെന്നാണ്. മഡഗാസ്കർ. മഡഗാസ്കർ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ്.
ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. 7 ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് മുംബൈ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് പാലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റോഡ് പാലം ഭൂപൻ ഹസാരിക. ഓക്കെ. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലം. ഇന്ത്യയിൽ ഏറ്റവും നീളമേറിയ റെയിൽ പാലമാണ് ചോദിച്ചത്. ആൻസർ വേമ്പനാട് പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റോഡ് പാലമാണ് ചോദിച്ചെങ്കിൽ ബോഗിബീലാണ്. ഓക്കെ. ഇവിടെ ചോദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ റെയിൽ പാലമാണ് വേമ്പനാട് പാലം. പത്താമത്തെ ക്വസ്റ്റ്യൻ കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖം. കിഴക്കൻ തീരത്ത് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് പാരാദ്വീപിലാണ്. ഓക്കെ. പാരാദ്വീപിലാണ് ഇരുമ്പയിര് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കിഴക്കൻ തീരത്തുള്ള തുറമുഖം. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം. ഇന്ത്യയിലെ ഏക കരബന്ധിത തുറമുഖമാണ് വിശാഖപട്ടണം. 12ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം ഏതാണ്? വിശാഖപട്ടണം. ഓക്കെ. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത തുറമുഖം ഏതാണെന്നാണ് 13ാമത്തെ ക്വസ്റ്റ്യൻ. മുംബൈ തുറമുഖമാണ്. ഓക്കെ. മുംബൈ തുറമുഖമാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ള സംസ്ഥാനം. ഏറ്റവും കൂടുതൽ തുറമുഖങ്ങളുള്ളത് മഹാരാഷ്ട്രയിലാണ്. ഓക്കെ. നെക്സ്റ്റ് 15ാമത്തതാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 93.91%. ഓക്കെ. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ 2011 സെൻസസ് പ്രകാരം ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ബീഹാറിലാണ് ഏറ്റവും കുറവ് സാക്ഷരതയുള്ളത്. 17ാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീ പുരുഷ അനുപാതം കുറഞ്ഞ സംസ്ഥാനം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാന. 18ാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക്. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 74.04%. ചിലപ്പോൾ ഓപ്ഷനിൽ 74 എന്ന് മാത്രം തരും, അല്ലെങ്കിൽ 74.04% എന്ന് തന്നെ തരും. ഓക്കെ. ഇന്ത്യയിലെ സാക്ഷരതാ നിരക്ക്. അവസാനമായിട്ട് ചോദിച്ചത് 19ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്ത്രീ പുരുഷ അനുപാതം എത്ര എന്നാണ്. 940:1000 ആണ്. 940 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ. ഓക്കെ. ഇപ്പൊ 19 ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതി എന്ന് വിചാരിക്കുന്നു. എത്ര മാർക്ക് കിട്ടി എന്ന് പറയാ. ഇനി നാളത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ ജോഗ്രഫിയിലെ 6ാമത്തെ പാർട്ടാണ്. 6ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതാണ് നിങ്ങൾക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അതിൽ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക. അതായത് ലിഗ്നൈറ്റ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന തുറമുഖം ഏതാണെന്ന് ചോദിച്ചിരുന്നു. അതിൽ ആൻസർ കൊടുത്തത് തൂത്തുക്കുടി എന്നാണ്. എന്നാൽ അത് തിരുത്തിയിട്ട് 800 എന്നാക്കുക. ഓക്കെ. 800 ആണ് ഏറ്റവും കൂടുതൽ ലിഗ്നൈറ്റ് എക്സ്പോർട്ട് ചെയ്യുന്ന തുറമുഖം. ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.